ഹലോ 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 പേരെന്താടാ? മുച്ചിരി നീയാണല്ലേ മുച്ചിരി? ഞാനെന്നപ്പോ കാണുന്നില്ലല്ലോ. ആ സുഖാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, ഇങ്ങനെ വെറുതെ നിക്കുന്നത്. ഓ ഓക്കെ ഓക്കെ, നടക്കട്ടെ നടക്കട്ടെ. നീ ഇപ്പൊ വെള്ളാരില്ലല്ലേ? ആ ബെല്ലാരിക്കേറി. വെള്ളാരി കേറിയല്ലേ? ഓ ഫാമിലി ഒക്കെ ആയി, എന്തോ വേണം. നടക്കട്ടാ. ഓ എനിക്ക് സുഖം, എനിക്ക് സുഖം, എനിക്ക് സുഖം. കണ്ണാപ്പി ഞാനത് വെള്ള 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 ഉടുപ്പ് ഹുഡി. അപ്പൊ മുച്ചിരി പോയിട്ട് വരാടാ. ഫിഫി താങ്ക് യു സോ മച്ച് ഫോർ ദ സൂപ്പർ ചാറ്റ്. വെൽക്കം ടു സ്ട്രീം. കുറെ നാളായല്ലോ ഫിഫി. നീ ഇന്ന് ഞാൻ പറഞ്ഞോണ്ട് വന്നതല്ലേ നീ? കണ്ണാപ്പി ലെഫ്റ്റിലോട്ട് എടുത്തേ വണ്ടി. ഒന്ന് സമാധാനമുള്ള എങ്ങോട്ടേലും പോയേ. നേരെ പോയെ. താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. അല്ലല്ലല്ല, ഇവിടെ ചവിട്ട്. ആഹാ, നിന്നെ കാണുമ്പോ തന്നെ ഒരു പോസിറ്റിവിറ്റി ആണ് ഉണ്ടച്ചു മോനെ. ഇങ്ങോട്ട് വന്നേ. നീ ഇപ്പഴും സിംഗിൾ അല്ലേ? ഞാൻ എന്നെ ഇവിടെ വന്നപ്പോ കുറച്ച് ആൾക്കാർ കുറച്ച് സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു. ഞാനതൊക്കെ എഡിറ്റഡ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഏയുടെ കാലമല്ലേ, ഞാനതൊക്കെ എഡിറ്റഡ് ആണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. നീ അങ്ങനെ പിഴച്ചു പോകത്തില്ലെന്ന് എനിക്കറിയാം. നിന്നെ ഓരോ പെണ്ണുങ്ങൾ എടുത്തോണ്ട് നടക്കണതും കൊഞ്ചി. അതിനൊരു സത്യാവസ്ഥ എന്ത് സത്യാവസ്ഥ? അറിയണം അണ്ണാ. ഈ സിറ്റിയിൽ അയറ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചുണ്ട്. ഈ പെങ്കൊച്ചിന് എന്നെ ഭയങ്കര ഇഷ്ടം. ഞാൻ മീൻ കൊടുക്കൂല, ഞാൻ ഇഷ്ടമാണ് എന്റെ മുഖത്തോക്കി പറഞ്ഞ പറ്റൂല ഒരു 10 വട്ടമുള്ള മുഖത്തോക്കി പറഞ്ഞു. ഇപ്പോഴാണ് എന്റെ മറ്റേ എക്സ്പോർട്ടിങ് കൂട്ടുകാരൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. പട്ടിക്കാട്ടം തിന്നാനും ആൾക്കാരുണ്ടെന്നേ. അതാ എന്നിട്ടാണെങ്കിലും അവള് കൊറേ നാൾ പറയുന്ന നടന്നു. എന്നിട്ട് ഇവളുടെ കൂട്ടുകാരി വന്ന ഒരു ദിവസം എടുത്ത് പറയണേ, എന്റെ ആറ്റിറ്റ്യൂഡ് കളയാൻ വേണ്ടിയാ അവൾ എന്റെ പുറകെ നടന്ന് ഇത്രയും ഓണസ്റ്റ് ആയിട്ട് ഇഷ്ടമാന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നിനല്ലോ. ഇത്രയും അറ്റൻഷൻ മിസ്റ്റർ മുച്ചിരി ബ്ലേസൻ ജർമ്മൻ കണ്ണാപ്പി റിപ്പോർട്ട് ടു പോലീസ് സ്റ്റേഷൻ. ഓ അത് പടലോണ്ടാ കാര്യം എന്താ? അറിഞ്ഞൂടാ. എങ്ങനെയാടാ ഇങ്ങനെ പറ്റണേ? സ്കൂള് കത്തിച്ചെണ്ണ. സ്കൂള് കത്തിച്ച എന്നിട്ട് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു സ്കൂളിൽ തീ പിടിച്ചേ. മറ്റേ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, മറ്റേ പാപ്പിയപ്പച്ചൻ. അതിലെ പോലെ മറ്റേ പാപ്പിയച്ചനിലെ വില്ലനല്ലേ? ഏത് എലിയുടെ സ്കൂളിൽ തീയിട്ടാ? എന്തിന്? ഞങ്ങൾ ഓർഡർ ചുമ്മാ. നിനക്ക് എന്തേലും അസുഖം? വണ്ടി ബ്രോന്റെ അടിപൊളി വണ്ടിയാണല്ലോ ബ്രോ. റൈഡ് ഉണ്ടോ? അണ്ണാ GTA 6 സ്റ്റാർട്ടിങ് എത്ര കാണുമോ? GTA 6 നല്ല വില ഉണ്ടാവൂടാ. ചിക്രൂബ്രോ താങ്ക് യു സോ മച്ച് 40. പരിന്തോസ് ഇയാള് കാരണം എത്ര പ്രാവശ്യം വള്ളിയും കീട്ടിക്കുന്ന അറിയോ? ഞാൻ കാരണല്ലേ? അതെ ബ്രോ, ബ്രോ കാരണം എത്ര പ്രാവശ്യം തൂക്കിക്കൊണ്ടേക്കുന്ന അറിയോ? ഗണ്ണേബ് കഴിഞ്ഞിട്ട് ആര്? പുതിയതാണ് ഞാൻ ആരൊക്കെയോ ഈ സിറ്റിയിൽ എന്നെ കണ്ണയും ചെയ്ത് കൊണ്ടുപോകാൻ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്നെ കൊണ്ടുപോയിട്ടുമില്ല. അതറിയാം ഞാനല്ലെന്ന്, അതുകൊണ്ട് തന്നെ കൊണ്ടുപോകണം നിന്നെ. ഞാനിപ്പോ ഇതാ ഈ പബ്ലിക് എവിടെയെങ്കിലും നിക്കണത് അപ്പൊ എന്ത് ധൈര്യത്തില? എവിടെ കിട്ടുന്നടാ കണ്ണാപ്പി നിനക്ക്? ഇപ്പൊ മറ്റേ വിശ്വ ചോദിക്കുന്ന പോലെ ആയിപ്പോണ്ട്. ഇപ്പൊ എല്ലാവരും വിശ്വയുടെ കണ്ണേക്ക് കൂടെ കാണുന്നേ. അല്ലോ കണ്ണാപ്പിയുടെ വണ്ടിയല്ലേ രണ്ട് ചിരി. വണ്ടിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. വണ്ടിയെ കുറിച്ച് പറയാം, ആദ്യം പീടി പോയിട്ട് വരാം വാ. അത് പോടാ അത് എന്തായാലും പോക്കുണ്ട്. അണ്ണാ ഓടിക്ക്. പീടി ഒന്ന് മാർക്ക് ചെയ്തടാ. അണ്ണാ ഇവിടുത്തെ പീടി അണ്ണനാ, ഞാൻ അറിഞ്ഞൂടാ. എന്താ വണ്ടി സ്റ്റാർട്ട് ആവാത്തെ? അത് മകട നീ വണ്ടിയില്ല, നീ വണ്ടിയുടെ കണ്ണൊക്കെ വന്നു. പോലീസ് വന്നു പിടിക്കാം. കാർ റോബറിയാ. ഹലോ ആരാ? എടാ ഈ ഹോട്ട്വെയർ എച്ച് ഞെക്കിട്ട് എന്തോ ഞെക്കണ്ടേ?
അണ്ണാ 2 വട്ടം വെച്ചേക്കണം 2 വട്ടം. ഏ ഹലോ ഹലോ പറ പറ പറ. വട്ടത്തി മുമ്പില്ല നീ പറഞ്ഞിട്ടാണ് ആ കത്തിച്ച മോനെ. ആ എനിക്കറിഞ്ഞൂടാ. ആ പീടിയിലോട്ട് വാ. ബാക്കി അവിടെ വെച്ച് കാണാം. നീ ധൈര്യമായിട്ട് അണ്ണനുണ്ട് നമ്മളോട് സംസാരിക്കാൻ. അത്രേ ഉള്ളൂ. ഓ ഞാൻ വരുന്ന അണ്ണന്റെ ഫ്രണ്ട് വെച്ച് അവന്മാര് നമ്മളെ കൊണ്ടുവന്നാണല്ലോ അണ്ണ. അണ്ണൻ പാസ്വേഡ് അണ്ണന്റെ ഫ്രണ്ട് വെച്ച് കൊണ്ടുവന്ന് തോന്നുന്നുണ്ടോ? പിന്നല്ലേ നോക്കാം നമുക്ക്. ഓ പിന്നെ അണ്ണൻ പാസ്വേഡ് അണ്ണന്റെ ഫ്രണ്ട് വെച്ച് കൊണ്ടുവന്ന് തോന്നുന്നുണ്ടോ? പിന്നല്ലേ നോക്കാം നമുക്ക്. ഓ പിന്നെ അണ്ണനുണ്ടായിരുന്നില്ല സ്കൂള്. നിന്റെ അച്ഛനുണ്ടായിരുന്നു സ്കൂൾ കത്തിക്കാൻ. Now I am 19 years old. I decided this super chat on May 13. Rona, thank you so much. ഞാനൊരു കുറ്റമാണോ അണ്ണാ ചെയ്തത്? ഓ അല്ലല്ല എടാ, ഒരു സ്കൂള് കത്തിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു കുറ്റമാണോ? പിന്നെ അതൊക്കെ പിന്നെ പറഞ്ഞ് ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഇതല്ലേ ഉള്ളൂ. വണ്ടി വരുന്നത് വണ്ടി ചെയ്താണോ വരുന്നത്? ചെയ്സാ? ഓ ദേ പിന്നല്ലാതെ കണ്ണാപ്പിത്തോന്നൊക്കെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവര് ചെയ്ത്. ഹലോ ആ സാറേ, ഞങ്ങൾ സ്റ്റേഷനിലോട്ട് വരുമായിരുന്നു. ഓക്കെ, സ്റ്റേഷനിലോട്ട്. അണ്ണനുള്ള പെണ്ണ് രോമത്തിൽ തൊടില്ലോ സാറേ. എടാ ആ ഗ്യാങ് ഫണ്ട് ഞാൻ 2 ദിവസം സമയം കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവർക്ക് 2 ദിവസം സമയം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അണ്ണന്റെ കഴിവ് ഇവിടെ കാണിക്കട്ടെ. അണ്ണന്റെ ഡ്രൈവിംഗ് സ്കിൽ ഇവിടെ കാണിക്കട്ടെ. എന്തിന് ഈ പോലീസിൽ നിന്ന് എസ്കേപ്പ് ആവണം. എന്തിന് എസ്കേപ്പ് ആവണം? നമ്മൾ നേരെ സ്റ്റേഷനിലോട്ടല്ലേ പോണം. നീ മണ്ടനാണോ? ഇടില്ല. അവിടെ എന്തോ സിറ്റുവേഷൻ നടക്കണം. അല്ല ഇത് EMS പീഡി അല്ല ഈ പീഡി അല്ല മറ്റേ എന്താണ് ഹോസ്പിറ്റൽ ഇതല്ലേ ഇവിടുത്തെ പീഡി? പിന്നെ ഇത് MRP-ലായിരുന്നു ലാസ്റ്റ് പീഡി ആയിട്ട് കണ്ടത്. ഹലോ സാറേ, ഞങ്ങള് പുറകെ വരാം. സാർ പീഡിലോട്ടൊന്ന് പോവാൻ ഞാൻ എന്താ പുറകെ വരും. അണ്ണൻ ഇപ്പൊ 2018-ലാണ് അവരുന്ന് ഇങ്ങോട്ട് വന്നില്ല. പീഡി മാർക്ക് ഇവിടെ അടുത്ത് തന്നെ അണ്ണാ പീഡി. അതെ ഓരോ ദിവസം ഇവരിങ്ങനെ പീഡിയൊക്കെ മാറ്റി എന്ത് ചെയ്യാൻ പറ്റൂടാ? ഓ സത്യം. മെനഞ്ഞാന്ന് ഞാനൊരു കേസിന് അവിടെ ചെന്നപ്പോ അതായിരുന്നു പീഡി. സത്യമാണ് ദിവസം മാറ്റമുണ്ട് ഇവിടുത്തെ പീഡി. നടക്കുവായിരുന്നാണല്ലോ കേട്ടത്. എടാ ഞാൻ ഇവന്റെ കൂടെ ടൈപ്പിന്റെ കൂടെ ഇതാണ് സാർ ഇതാണ് നട്ടലില്ലാത്തവന്മാരുടെ ഇത് ഞങ്ങൾ അണ്ണൻ കൂടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്ന അണ്ണനായിരുന്നു. അല്ലെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വിളിക്കണേ. കണ്ണാപ്പി സാറേ, ആക്ച്വലി ഇവൻ എന്റെ ഫാമിലിയിലുള്ളതാണ്. അപ്പൊ എന്താ ഇവിടെ ഇതില് നിങ്ങൾ വിളിപ്പിച്ചപ്പോ എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. അവിടെ കാണാൻ നിന്ന് മെസ്സ് അടിച്ച പല്ലടിച്ച് പൊഴിക്കുക കണ്ണാപ്പി. ഞാൻ നിന്റെ ശമ്പളം 2 മാസം മുഖം കണ്ടറിഞ്ഞൂടെ സാറേ? അവന്റെ പേരിടാതെ മിസ്റ്റർ ജർമ്മൻ കണ്ണാപ്പിനെ അതുപോലെ തന്നെ മുച്ചിരിനെ ഇവിടെ വിളിപ്പിച്ചിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് എലി വിദ്യാലയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കൂളുണ്ട്, ഒരു ഡേ കെയർ പോലെയാണ്. അതായത് പ്രൈമറി സ്കൂളിന് താഴെയുള്ള പിള്ളേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പാരന്റ്സിന്റെ.
അപ്പൊ അവിടെ ചെന്നിട്ട് പെട്രോൾ ഒഴിച്ച് അവിടത്തെ പ്രോപ്പർട്ടി കത്തിക്കുക, അതുപോലെ തന്നെ വയലൻസ്, അവിടെ കെയോസ് സൃഷ്ടിക്കുക. അപ്പൊ അതെന്ന് പറയുന്നത് ഹൈലി പ്രയോറിറ്റി ആൻഡ് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം അവിടെ പിള്ളേരാണ് കൂടുതലുള്ളത്, പിന്നെ അവരെ മാനേജ് ചെയ്യാനുള്ള സ്റ്റാഫും ടീച്ചേഴ്സും. അപ്പൊ ആ ഏരിയയിൽ ഒരു എസ്കലേറ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടാക്കിയതിന്റെ ബേസിസിലാണ് വിളിപ്പിച്ചത്. അതൊരു ഫയർ സിറ്റുവേഷൻ ഉള്ളത്. ഒന്നാമത്തെ ദിവസം നമ്മള് സൺഡേ ആണ് കത്തിച്ചത്. അപ്പം സൺഡേ അവിടെ പിള്ളേരൊന്നും ഇല്ലായിരുന്നു സാറേ. അല്ല, അവിടെ പിള്ളേരൊന്നും ഇല്ലായിരുന്നു, ഒറ്റ മനുഷ്യരില്ലായിരുന്നു. നമ്മള് സൺഡേ ആണ് കത്തിച്ചത് സാറേ. അപ്പൊ സാറ് പിള്ളേരുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നത് ഇത് ഫേക്ക് അലിഗേഷൻ ആയിരുന്നു സാർ. ഇല്ല, സൺഡേ സ്കൂളുണ്ടോ? ഇങ്ങനെയാണോ ഒരു പോലീസുകാരോട് സംസാരിക്കണേ? ഞാൻ ഞായറാഴ്ച സ്കൂളിൽ തീയിട്ടായിരുന്നു. സെന്റർ കൂടെയാണ്. അപ്പൊ അവിടെ ഹലോ കണ്ണാപ്പി, ഫുഡ് കഴിച്ചില്ലേ? സാർ ഫുഡ് കഴിക്കാന്ന് സാറേ പുല്ല് കത്തിച്ചാന്ന് പ്രോപ്പർട്ടി കത്തിച്ചല്ല. ഹലോ സാറേ, ആൾക്കെന്തോ പറ്റി. സാറേ ഒരു കാര്യം പറയാനുണ്ട് സാറേ. അത് അവന് ബോധം വരുമ്പോഴത്തേക്കിന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കാം സാറേ. സാറേ, ഈ എലി വിദ്യാലയം എന്ന് പറയണ ആ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, സാറിന് തോന്നുന്നുണ്ടോ അതൊരു നല്ല വിദ്യാലയമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണെന്ന്? ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോ ജസ്റ്റ് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പരിചയപ്പെട്ടു. ഒരു ബാബു നമ്പൂതിരി ഉണ്ട് മലയാളം ടീച്ചറായിട്ട്. പിന്നെ എലി വിദ്യാലയത്തിന്റെ മലയാളം ടീച്ചറിന്റെ പേരെന്തിന്? ബാബു നമ്പൂതിരി. സാറേ, അത് ബാബു നമ്പൂതിരി അവിടുത്തെ സ്റ്റാഫ് ഒന്നും അല്ല. സാറേ, അവിടെ ഞാൻ ചെന്നിരുന്ന അവരൊരു റൊട്ടീൻ ചെക്കപ്പിന് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് ആണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രിൻസിപ്പള് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മിസ്റ്റർ ബാബു നമ്പൂതിരി. അതുപോലെ തന്നെ വേറെ ഏലിയാമ്മ മാഡമാണ് അവിടുത്തെ പ്രിൻസിപ്പള്. പിന്നെ വേറെ മാഡം ഉണ്ടായിരുന്നു ഫാഷൻ ഡിസൈൻ ചെയ്യുന്നത്, ആ മാഡം. സാറേ, ഞാൻ അങ്ങനെ അധികം ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ സാറിന്റെ അടുത്ത് പറയാം. ഈ എലി മാഡം എന്ന് പറയുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ, എന്റെ എക്സ് ലവറാണ്. ഒരു കള്ളിയാണ് സാർ. കണ്ട സാർ, അതിന്റെ അപ്പുറത്ത് അവളൊരു പെരുങ്കള്ളിയാണ്. സോ എന്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും സാർ, ഞാൻ പറയാം, കൊച്ചു പിള്ളേരെ പോയിട്ട് ഒരു പിള്ളേരെയും കണ്ണി പോലും കണ്ടുകൂടാത്ത അവളാണ്. അവൾ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂള് തുടങ്ങും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റത്തില്ല സാർ. അതിന്റെ മറവിൽ എന്തോ ഉണ്ട്, അതിന്റെ മറവിൽ വേറെ എന്തോ പരിപാടിയാണ് നടന്നത്. റെക്കോർഡിംഗിൽ വെച്ചാലേ എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് സാറിന്റെ റെക്കോർഡ് ചെയ്തെടുക്കാം. സാറിന്റെ പേരൊന്ന് പറയാമോ? കണ്ണാപ്പി, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. ഈ കേസ് എങ്ങനെയും ഇതാക്കി. സാറേ, പിന്നെ അവിടെ പഠിച്ച സ്റ്റുഡന്റ് ആണ് സാറേ മുച്ചിരി. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, നാന്ന് പഠിച്ചിട്ടില്ല. ആ സ്കൂളിൽ പോയിട്ടില്ല ഇതുവരെ. എന്ത് ഞാൻ പോയിട്ടില്ല സാറേ, വെറുതെ പറയുന്നത്. പഠിച്ചിട്ടില്ല? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ നീ പറഞ്ഞ അവിടെ കഞ്ചാവ് വേട്ട സ്കൂളിൽ പോയിട്ടില്ല. അവിടെ ഇത് കിട്ടിയെന്നേ ആരോ ഒരാൾ പറഞ്ഞ, ഒരു ചെറുത് പറഞ്ഞു. അതന്നെ ഇപ്പൊ സാറേ ഒരു ചെറുത് പറഞ്ഞു സാറേ. സാറിന് മനസ്സിലാക്കാനുള്ള ചെറുതെന്ന് പറഞ്ഞാൽ അവൻ കുട്ടിയാണ് ഉദ്ദേശിച്ചത്, ഒരു കുട്ടി. സാറേ, ഇവരെ അങ്ങനെ ചെയ്യുന്ന ഒരു പിള്ളേരല്ല സാർ. കണ്ണാപ്പിയുടെ ഒക്കെ ക്രൈം റെക്കോർഡ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡീസെന്റ് ആയിട്ടുള്ള ഒരു പിള്ളേർ. ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട് സാർ, സത്യം പറഞ്ഞ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പുല്ല് കത്തിച്ചാണ്, പുല്ല് കത്തിച്ചതാണ്. നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബേണിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ പോലീസ് ഉണ്ടാവണം, അതുപോലെ തന്നെ അവിടെ ഫയർ സ്റ്റേഷൻ ഉണ്ടാവണം, EMS, ഇത്രയും പേര് അവിടെ ഉണ്ടാവണം. ഇത് ഗവൺമെന്റിൽ നിന്നൊക്കെ പെർമിഷൻ ആടോ ടീച്ചേഴ്സ് എല്ലാം ഉണ്ടായി. ടീച്ചേഴ്സ് കണ്ടിട്ടാലോ ഓറൊന്ന് പറഞ്ഞിട്ടാലോ അപ്പൊ ടീച്ചേഴ്സ് എല്ലാം ഉണ്ടായി. ടീച്ചേഴ്സ് പെർമിഷൻ കൊടുത്തിട്ടില്ല സാർ. ടീച്ചറെ പിന്നെ കൊറേ ടീച്ചർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ക്രൈം നടക്കുന്നുണ്ട് സാർ? ഒരു സ്കൂള് കത്തിക്കുന്ന ഒരു തെറ്റാണോ? ഒരു കാര്യം പറയാം, സ്കൂളിലുള്ള വിദ്യാർത്ഥികളും സ്കൂള് പഠിക്കാനുള്ള അവിടെ കയറി ഗുണ്ടായിസമല്ലാന്നുണ്ടെങ്കിൽ അവിടെ കയറി നമ്മളൊരു ഭീകരാന്തരീക്ഷം എന്ത് വകുപ്പുള്ളത്? സാറേ, ഈ കേസ് തന്നാര് സാറേ? ഈ കേസ് അത് നമുക്ക് സ്കൂൾ അതോറിറ്റിയാണ് തന്നത്. സ്കൂൾ അതോറിറ്റി അസോസിയേഷനോട് ചേർത്ത് തന്നാണ്. അതൊരു ജൂറിയാണോ? അതൊരാളല്ല, അതൊരു പാനൽ ഓഫ് മെമ്പേഴ്സ് ആണ്. ജൂറി എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരെന്നാടാ മണ്ട.
ഓക്കെ എന്താ കണ്ണാപ്പി പഠിക്കാൻ വിട്ട ജോലിയല്ലേ അതാണ് പഠിക്കാൻ പോയ സമയത്ത് ഇത് ഓ, അതാണല്ലേ സ്കൂളിൽ special ഇറക്കിയിട്ട് jury പോകാതെ award അല്ല സാർ ഇപ്പൊ കേസിന്റെ സ്റ്റാറ്റസ് എന്താ? ഇവരെ ഇപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറേ ഇതിന്റെ കേസിന് മുമ്പായിട്ടെ അവിടെ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതില് അവിടത്തെ ഒരു ടീച്ചറിനെ ഒരാള് വെടിവെച്ചിരുന്നു. ആ ആളുടെ കയ്യിൽ നിന്നാണ് ഇവര് പെട്രോൾ ക്യാൻ വാങ്ങിച്ച് അവിടെ തീയിട്ടത്. അപ്പൊ ഇവര് ഓറേ 3 വെറുതെ പേരും കത്തിച്ച പറയും ഇപ്പല്ലേ കിട്ടിയത്. സ്കൂള് അങ്ങനെ കത്തിച്ചോറാണ്, പറ. സ്കൂള് കത്തിച്ചോറാണ്, ഓറാണ്. അല്ലല്ല സാറേ, അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഞങ്ങള് പണിഷ്മെന്റ് കൊടുത്ത ആളായിട്ടുള്ള ഷെയ്ഖ് ഹലാലും ഇവരൊക്കെ അതുപോലെ അതില് ആ ടോമിയും ഷെയ്ഖ് പറഞ്ഞ ആളും ഹലാലിനല്ല ഇങ്ങോട്ട് വിളിക്ക്. സാറേ അവരൊക്കെ ജയിൽ ടൈമിലാണ് ഇപ്പൊ. അവരിപ്പോ ജയിലിലാണ്. ജയിലിടാൻ പാടില്ലേ അമ്മ? ജയിലൊരു കുറ്റകരൊന്നും ചെയ്തിട്ട് നന്ദി ചെയ്യാൻ പോയാ ഇത് നന്ദിയല്ലല്ലോ സാറേ. ഇവരുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പുല്ല് നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം റെക്കോർഡിക്കലാണ് സാറേ. അവിടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാര് അവര് പോണതിന് മുമ്പുള്ള സാർ എന്തൊക്കെ CC ക്യാമറ ഉണ്ട്? അല്ലണ നമ്മ കത്തിച്ച CC ക്യാമറ ഒരാളുടെ മൊഴി അനുസരിച്ച് നമുക്കത് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. സാറിന് വ്യക്തമായ തെളിവുണ്ട്. സാറിന്റെ ടിവിയുടെ സാറിനെതിരെ വന്നൊരു അലിഗേഷൻ കണ്ണാപ്പി അത്ര വലിയ ബന്ധങ്ങളിലോട്ടൊന്നും പോകണ്ട കേട്ടോ. നീ ആദ്യം കേസിന്റെ കാര്യം സംസാരിക്കേ. സാറിനെതിരെ വന്നതാണ് ഒരു അലിഗേഷൻ. ഒരു സെക്കൻഡ്. കണ്ടുപിടിക്കാന്നുള്ളത് പിടിയുടെ ഉത്തരവാദിത്തം ഞാൻ സമ്മതിക്കുന്നു. ഇത് മിനിമൈസ് ആയി പൊക്കോ. അത് ശരി, ബാബു സൈഡ് വരെ മലയാള സാറായ